അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 3 പാക്കറ്റ് മാഗി നൂഡിൽസും അതിൻ്റെ കൂടെ തന്നെ 2 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. 2 കോഴിമുട്ട പൊട്ടിച്ച് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് പരുവത്തിന് എടുക്കണ്ട, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി, അല്ലെങ്കിൽ ഒന്നുകിൽ ചവച്ചിട്ടെടുക്കാം. പേസ്റ്റ് പരുവത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കരുത്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തു. അതിൻ്റെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 സവാളയാണ്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ സവാള പെട്ടെന്ന് വയന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന മാഗിയുടെ ഉള്ളിലുള്ള മസാലയ്ക്ക് ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സവാള ഒന്ന് വയന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഈ സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കുക. പച്ചപ്പട്ടാണിയാണ്. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഗ്രീൻ ബീൻസ് ഉണ്ടല്ലോ, അത് കുതിർത്തി എടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചിട്ടിട്ട് കൊടുത്താലും മതി. ഇതുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം. ഇതിനധികം വേവൊന്നുമില്ല. നമ്മളിത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഗ്രീൻ ബീൻസ് ഇരിക്കുന്നത്. അപ്പോൾ അധികം വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തക്കാളിയെല്ലാം ഒന്ന് വാടി കിട്ടണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഫ്രോസൺ ഗ്രീൻ ബീൻസും അതുപോലെ തന്നെ തക്കാളിയും ചേർത്ത് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റായി. ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളിയും അതുപോലെ തന്നെ ഗ്രീൻ ബീൻസൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ മസാലകളൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊന്നും ഞാൻ ചേർക്കുന്നില്ല. മാഗിക്കുള്ളിലുള്ള ആ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരറ്റത്ത് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചില്ലേ, അത് ഈ പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള 2 നുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 നുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഒരു 10 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ട് ഇളക്കി മറിക്കരുത്. ചെറിയൊരു രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് മുട്ട അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം. അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു രീതിക്ക് വേണം ചിക്കി എടുക്കാൻ. ഇപ്പോൾ 2 മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് 3 മുട്ടയൊക്കെ എടുക്കാവുന്നതാണ്. മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ മുട്ട മാറ്റിയിട്ട് ബാക്കിയെല്ലാം അതുപോലെ അങ്ങ് ചെയ്തിട്ടെടുത്താൽ മതി. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. മാത്രമല്ല ലഞ്ച് ബോക്സിലൊക്കെ ഇതുപോലെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മാഗി നൂഡിൽസ് ഉണ്ടല്ലോ, ഇത് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക. രണ്ടായിട്ട് ഇതുപോലെ മുറിച്ചിടാം. മാഗി മസാല ഉണ്ടല്ലോ, ഇതിൻ്റെ പുറത്തിങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ 3 പാക്കറ്റ് മാഗി നൂഡിൽസ് അല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 3 പാക്കറ്റ് മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മസാലയിൽ ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവാളയിൽ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നോക്കിയിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 3 പാക്കറ്റ് മസാലയും ദാ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് നല്ല തിളപ്പിച്ചെടുത്ത വെള്ളം ഒരു 3 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പല്ല, 3 ഗ്ലാസ് ആണ്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ അളവിന് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ദാ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ നൂഡിൽസ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഇപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നൂഡിൽസ് എല്ലാം നല്ലോണം അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു നാരങ്ങയുടെ പകുതി നാരങ്ങ ഇതുപോലൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളയാം. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എഗ് നൂഡിൽസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്